ഹലോ, നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പേര് ലോങ് വീഡിയോസ് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിനി എന്തായാലും ലോങ് വീഡിയോസൊക്കെ ഒന്ന് കുറച്ചൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. അപ്പോൾ ഞാൻ പഠിക്കണത് LLB ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ന് വെച്ചാൽ ബ്യൂട്ടി വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സും അങ്ങനെ എൻ്റെ ഒരു ലൈഫ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഞാൻ തരാണ്. അങ്ങനെ തന്നെ പറയാമല്ലോ, നമ്മൾ എല്ലാ ടൈപ്സ് ഓഫ് വീഡിയോസ് ഇതിൽ ഇടുന്നുണ്ട്. കുക്കിംഗ് ആയിക്കോട്ടെ, പിന്നെ ബ്യൂട്ടി വ്ളോഗ്സ് ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, ഫണ്ണി വീഡിയോസ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ, ഫാമിലി വ്ളോഗ്സൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ എനാബിൾ ചെയ്തിടാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. വെയിറ്റ് അതിന് മുൻപ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു സങ്കടം പറയാനുണ്ട് കേട്ടോ. ഞാൻ ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ഇട്ടിട്ടുള്ളത്, ഇതുവരെ വീഡിയോ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ആ ഒരു വീഡിയോയ്ക്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയി. ഫോളോവേഴ്സൊക്കെ കയറിയ ഇത്രയധികം ആൾക്കാർ എന്നെ സപ്പോർട്ട്, ഓരോരോ കമൻറ്റ്സും ഞാൻ എപ്പോഴും ഇരുന്ന് വായിക്കുന്നുണ്ട്. ആ കമൻറ്റ്സൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഇത്രയധികം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ ഗീവയുടെ റിസൾട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 150 ആൾക്കാർ എന്നെ അൺഫോളോ ചെയ്തു, എന്ന് വെച്ചാൽ അൺസബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി. എന്ന് വെച്ചാൽ ഗീവയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണത്? ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒരു പാർട്ടായവർക്ക്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊരു എന്നെക്കൊണ്ട് പറ്റുന്ന ഇതിലൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള രീതിയിലായിരുന്നു ഗീവ് അവേ ചെയ്ത്. പക്ഷെ ഇത് ഗീവ് അവേക്ക് വേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ആയിട്ട് എനിക്കത് ഫീലായി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തേക്ക്. കാരണം എനിക്ക് ഗീവ് അവേക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ഫോളോ തരില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ ചാനലിൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. കാരണം അങ്ങനെയാണ്, എന്നാലാണ് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്സൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ളവർക്ക് ഷെയർ ചെയ്യാനായിരിക്കും ഏറ്റവും താല്പര്യം. ഞാനും അങ്ങനെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും ആണ് എൻ്റെ ഒരുപാട് ഹാപ്പിനെസ് ആയിക്കോട്ടെ, എൻ്റെ ഒരുപാട് സാഡ് മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഒന്നും ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരിക്കരുത്. സോ അങ്ങനൊരു ആഗ്രഹം, അവനൊരു സെൽഫിഷാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് വിചാരിച്ചോ. എനിക്കങ്ങനെ സർക്കിൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു സർക്കിളിലെ ആൾക്കാർ എന്നെ അറിയുന്നവർ, എന്നെ മനസ്സിലാക്കുന്നവരായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും പറയാണ്, അങ്ങനെ നിങ്ങൾ ഇനിയിപ്പോൾ ഞാനല്ല വേറെ ആൾക്കാരായിക്കോട്ടെ, ഭാഗ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിനനുസരിച്ച് എനിക്ക് ഗീവ് അവേ കൊടുക്കുക. അല്ലാണ്ട് ഒരിക്കലും എനിക്ക് ആ 2 കുട്ടികളെ അറിയില്ല. അപ്പോൾ അവർ ഞാൻ കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇന്നതായിരിക്കണം, ആ കുട്ടിയായിരിക്കണം, ഈ കുട്ടിയായിരിക്കണം ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് വിചാരിച്ചില്ല. നല്ലൊരു കുട്ടി, നല്ലൊരു കുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അർഹതപ്പെട്ടൊരു കയ്യിലെത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ മേടിച്ച് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവരാണ്. എനിക്കറിയാം, ഞാൻ ആ സ്റ്റേജിലൂടെ വന്നതാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അർഹതപ്പെട്ട കയ്യിൽ കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടാക്കി കേട്ടോ. ചിലപ്പോൾ ചെറിയ സില്ലി കാര്യങ്ങളാണ്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആയിട്ടുള്ള, അതും അഫോർഡബിൾ പ്രൈസിനുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം അല്ലേ. ഇത് പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് 135 റോക്കി റോഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു 200 എബോ ആയിട്ടുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ നോക്കി എൻ്റെ സ്കിൻ ടോൺ നല്ലൊരു ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നില്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടി വെയറിൻ്റെ കൂടെ ഒക്കെ ഇത് മാച്ച് ചെയ്യാൻ പറ്റുമോ? ലിപ് ലൈനറിൻ്റെ മോനോട് ഇവിടെ ഒരു ഷാർപ്പർ പോലും ഇല്ല. ലിപ് ലൈനറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഔട്ട്ലൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ആവട്ടോ. അതായത് ഇട്ടപ്പം എൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയില്ല. അപ്പം അതാണ് ഇട്ടാ തുടക്കിയതാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു പരിപാടി. ലിപ്സ്റ്റിക് പോയപ്പോൾ പിന്നെയും ഞാൻ ചത്ത പോലെയായി. അടുത്തത് ഇത് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റേ കുച്ചിപ്പൊടി, മാർസിൻ്റെ കുച്ചിപ്പൊടിയാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. എനിക്ക് കുറച്ചും കൂടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടം. പക്ഷേ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എൻ്റെ ഈ രണ്ടെണ്ണോ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സാണ് കേട്ടോ.
ചുണ്ട് ലിപ്സ്റ്റിക്ക് തുടച്ചൊടച്ചൊടച്ചൊടച്ച് പൊട്ടിപ്പോയി. നല്ല രസമല്ലേ ഇതും ഇടുമ്പോഴും? സ്കിൻ നല്ല ബ്രൈറ്റ് ആണല്ലേ. ഇത് ഞാൻ മേടിച്ചത് 165 റുപ്പീസിനാണ്. ഫ്ലിപ്കാർട്ടിൽ എന്തോ ഓഫറുള്ള ടൈമിലാണ് ഇത് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതിപ്പോഴും നല്ല ഓഫറിന് ഫ്ലിപ്കാർട്ടിലുണ്ട്. ഇതെന്തായാലും ഗേൾസ് ഇത് നിങ്ങളുടെ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു ലിപ്സ്റ്റിക്കാണ്. സോ ഇതെന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ മാച്ച് ആവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഓക്കെ, അതിനപ്പോൾ നമ്മൾ 2 ലിപ്സ്റ്റിക് കഴിഞ്ഞു. ഇനി അടുത്ത ലിപ്സ്റ്റിക്ക്. ഇനി നമുക്കൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് പറഞ്ഞ കൂടെ ഉണ്ട്. ഇത് നോക്കി ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെയായി. ഇതെൻ്റെ മൂന്നാമത്തെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതും മാർസിൻ്റെ തന്നെയാണ്. ഗേൾ പവർ 10 ആണ് ഷെയ്ഡ്. ഇത് എനിക്ക് തോന്നുന്നത് എല്ലാ ഗേൾസിൻ്റെയിലും ഉണ്ടാവും തോന്നുന്നത്. കാരണം അത്രയും അടിപൊളി ലിപ്സ്റ്റിക്കാണിത്. കാരണം കഴിഞ്ഞു ഇത് ഞാൻ ഇനി തുടച്ച് കാണിച്ച് ഇങ്ങനെ ഉണ്ട്. കഴിഞ്ഞൂന്നേ. ലിപ് ലൈനർ വെച്ച് തോണ്ടിട്ടാലോ. ഓരോരോ അവസ്ഥകളല്ലേ. ഇത് കറക്റ്റ് ആയിട്ടില്ല ഞാൻ ഇട്ടത്. ഉള്ളത് വെച്ച് ഓണം പോലെ. സോ അങ്ങനെ ഇട്ടുണ്ട്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നും എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും ഒരേ ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. സൂപ്പറല്ലേ? ഇതിടുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ക്യൂട്ടല്ലേ കാണാൻ എന്നെ. ഇതും 200 താഴെയാണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതെല്ലാവരിലും ഉണ്ടായിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിലുണ്ടാവും. ഞാൻ തോന്നുന്നു എൻ്റെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് പിങ്ക് കളർ നമുക്ക് നോക്കാം. ഇപ്പം നമ്മളെല്ലാം ന്യൂട്ട് റെഡ് പോലത്തെ ബ്രൗൺ കളർ ഷെയ്ഡാണ് നോക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഷെയ്ഡാണ് ഇഷ്ടം. നമുക്ക് പിങ്ക്. ഇത് നൈക്കയുടെ ഓൾ ഡേ മാറ്റാണ്. ഷെയ്ഡ് വരുന്നത് സോൾ സിസ്റ്റർ ആണ്. സോൾ സിസ്റ്റർ കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. നല്ല പിങ്ക് കളറായിരിക്കും. രസമാണ്. നമ്മളൊരു ട്രഡീഷണൽ വെയറിനൊക്കെ നല്ല രീതിയിൽ മാച്ച് ആയി പോവും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഫെയർ സ്കിൻ ടോൺ തന്നെയാണ് ഇത് മാച്ച് ആയിട്ട് ഉണ്ടാവാന്നാണ് തോന്നുന്നത്. ഇത് 300 എബോവ് ഉണ്ട് കേട്ടോ. നൈക്കയുടെ ആയതുകൊണ്ട് നമുക്കിതും തുടയ്ക്കാം. പക്ഷെ ഇപ്പം എൻ്റെ ചുണ്ട് പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ലിപ് മാസ്ക് ഇട്ട് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. തിളങ്ങണ് ലിപ് മാസ്ക് ഇട്ടപ്പോൾ അല്ലേ. ഒരുവിധം പോയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. 7 hours ലാസ്റ്റ് ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് പറഞ്ഞതാണ്. നമുക്ക് മാരേജ് സാരിക്കൊക്കെ നല്ല രീതിയിൽ പെയർ ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക്ക് ഇട്ടാം. പെയർ ചെയ്യും സാരിക്കോടെ നല്ല രീതിയിൽ മാച്ച് ആയിട്ട് പോയിട്ടാം. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് നൈക്കയുടെ തന്നെ മാറ്റ് ലാസ്റ്റ് കാശി 19 ആണ് ഷെയ്ഡ്. ഇനി ഞാൻ കാണിച്ചിട്ടോ. ഇത് അടിപൊളിയാണ്. ഇതാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ.
ഇത് ഇടുമ്പോൾ ഞാനും ഭയങ്കര പ്രറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയും സൂപ്പറാണ് സംഭവം. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു മേക്കപ്പ് യൂസ് ചെയ്യില്ല, പക്ഷേ ലിപ്സ്റ്റിക്സ് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കിലാണ് കേട്ടോ എൻ്റെ ഭംഗി ഇരിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടെങ്കിൽ ഒരു ചത്ത പോലെയാണ് എൻ്റെ മുഖം, പക്ഷെ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ചത്ത ബോഡി എനിക്കിരിക്കുമ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെ ആയിരിക്കും ഞാൻ. സൂപ്പറല്ലേ? എനിക്കും സൂപ്പറാണ്. ഇത് മീഡിയം ഫെയർ സ്കിന്നിനൊക്കെ സൂപ്പറായിട്ട് മാച്ച് ആയി പോവും. നിങ്ങൾ ഇതെന്തായാലും യൂസ് ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പം ഞാനൊരു 5-6 ലിപ്സ്റ്റിക് കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ലാസ്റ്റ് വണ്ണുണ്ട്. ഇത് ഞാൻ പാക്കറ്റ് പോലും ഇങ്ങനെ ഇതിൻ്റെ ബോക്സ് പോലും കളഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്താട്ടാണ്. എൻ്റെ ഉള്ള ലിപ്സ്റ്റിക്സിൽ ഇതാണ് കുറച്ചുകൂടെ പൈസ കൂടി ലിപ്സ്റ്റിക് എന്ന് എനിക്ക് തോന്നുന്നത്. കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് കേട്ടോ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഫ്രണ്ട്ഷിപ്പ് എന്നോ ഷെയ്ഡിൻ്റെ പേര്, അങ്ങനെ എന്തോ കേട്ടോ. എനിക്ക് നല്ല രസമില്ല കാണാനായിട്ട് പാക്കിങ്ങിന്. ഇത് മാത്രമാണ് ഇതിലുള്ളതിൽ. ഞാൻ പറഞ്ഞല്ലോ ഒരു 1200 രൂപയുടെ ലിപ്സ്റ്റിക്ക്. ബാക്കിയൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇത് ആഗ്രഹിച്ച് സേവ് ചെയ്ത് മേടിച്ചാൽ. ഇതിൻ്റെ കളർ നോക്കി ഇഷ്ടികയുടെ കളറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കളേഴ്സൊക്കെ. നിങ്ങളിപ്പോൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കളേഴ്സ് ആയിരിക്കും. അപ്ലൈ ചെയ്യാനൊക്കെ സൂപ്പർ, ഭയങ്കര ലൈറ്റായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൽ അപ്ലൈ ചെയ്ത ലിപ്സ്റ്റിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും എൻ്റെ ഫേസിന് സ്യൂട്ടബിളായിട്ട് തോന്നിയ ലിപ്സ്റ്റിക്ക് തന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇനി ഏതെങ്കിലും ലിപ്സ്റ്റിക്സ് സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതും കൂടെ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ അത് ട്രൈ ചെയ്യും. കാരണം എനിക്ക് ഏറ്റവും ഭ്രാന്തി ലിപ്സ്റ്റിക്കിലാണ്. കാണാൻ ക്യൂട്ട്. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ച മസ്റ്റ് ഹാവ് ആയിട്ടുള്ള നിങ്ങൾ എന്തായാലും ബൈ ചെയ്യേണ്ട കുറച്ച് ലിപ്സ്റ്റിക്. ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനിൽ. ഒരു 2-3 കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ അതത്ര പോരാ. ഇതാണ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് എല്ലാ ഗേൾസിൻ്റെയിലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ലിപ്സ്റ്റിക്സ് കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയായിരിക്കും. കാരണം ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാ കോസ്റ്റ്യൂംസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കോസ്റ്റ്യൂംസിനും കുറച്ചുകൂടെ ഫേസിലേക്ക് കുറച്ചുകൂടെ ആ ഒരു ഭംഗി, ആ കോസ്റ്റ്യൂമിൻ്റെ ഭംഗി നമുക്ക് ഫേസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മാറ്റി മിക്സ് ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെന്താ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതലൊക്കെ വീഡിയോസ് ചെയ്യാം. എൻ്റെ മടിയൊക്കെ മാറാനായിട്ട് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ. ഓക്കെ, ബൈ.